റൂൺസ്റ്റോണിന്റെ പരിസരങ്ങളിലെ തണുത്ത കാറ്റ് താഴ്വരകളിലൂടെ അലറിയടിച്ചു വീശിക്കൊണ്ടിരുന്നു. കറുത്ത മേഘങ്ങൾ മൂടിയ ആകാശത്തിനു കീഴിൽ ആ വിജനമായ മലഞ്ചെരുവിലൂടെ വേട്ടയാടാനിറങ്ങിയ ലേഡി റിയറോയ്സിന്റെ കുതിരയുടെ കുളമ്പടികൾ മാത്രം ആ വലിയ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മുഴങ്ങിക്കേട്ടു. ചുറ്റും പടർന്നുകിടക്കുന്ന മൂടൽമഞ്ഞിൽ നിന്ന് പെട്ടെന്നിരുണ്ട ഒരു രൂപം അവരുടെ മുന്നിലേക്ക് കടന്നുവന്നു. അത് പ്രിൻസ് ഡേമൺ ടാർഗറിയനായിരുന്നു. അയാളുടെ കണ്ണുകളിൽ ക്രൂരമായൊരു തണുപ്പുണ്ടായിരുന്നു. ആ നിമിഷം വായുവിൽ വല്ലാത്തൊരു ഭാരം നിറഞ്ഞു. തങ്ങളുടെ ദാമ്പത്യം പൂർണ്ണമാക്കാൻ വേണ്ടി വന്നതാണോ, അതോ ഒരു പെൺകുട്ടിക്കു വേണ്ടി നിങ്ങളെ സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് വന്നതാണോ എന്ന് തികഞ്ഞ പരിഹാസത്തോടെ ലേഡി റിയ റോയ്സ് ചോദിച്ചു. പ്രിൻസ് ഡേമൺ ടാർഗറിയൻ ഒന്നും മിണ്ടാതെ ഒരു കൊടുങ്കാറ്റുപോലെ അവിടെ നിന്നു. തന്റെ പഴയ സ്ഥാനം തിരികെ ലഭിക്കാൻ വേണ്ടി സ്വന്തം മരുമകളായ പ്രിൻസസ് റെനേറായെ കൊല്ലാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് അവൾ വീണ്ടും പരിഹാസത്തോടെ ചോദിച്ചു. എന്നാൽ അയാളുടെ മരവിപ്പിക്കുന്ന നോട്ടം കണ്ടപ്പോൾ അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. തന്നെ കൊലപ്പെടുത്തി വീണ്ടും വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് അയാൾ വന്നിരിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി. ആ വലിയ അപകടം തിരിച്ചറിഞ്ഞ നിമിഷം അവൾ വേഗത്തിൽ തന്റെ വില്ലെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒരു മിന്നൽ വേഗത്തിൽ പ്രിൻസ് ഡേമൺ ടാർഗറിയൻ അവളുടെ കുതിരയെ ഭയപ്പെടുത്തി ജീവരക്ഷാർത്ഥം കുതിര മുൻകാലുകൾ ഉയർത്തി പിന്നിലേക്ക് മറിഞ്ഞു. ഭാരമേറിയ ആ വലിയ മൃഗം അവളുടെ ശരീരത്തിനു മുകളിലേക്ക് വലിയൊരു ശബ്ദത്തോടെ വീണു. അവളുടെ എല്ലുകൾ ഒടിയുന്ന ശബ്ദം ആ മലഞ്ചെരുവിൽ പ്രതിധ്വനിച്ചു. അവൾക്ക് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവളുടെ അടുത്തേക്ക് അയാൾ നടന്നു. അവളുടെ കണ്ണുകളിലെ പ്രാണവേദന അയാൾ വളരെ തണുത്ത മനസ്സോടെ നോക്കിക്കണ്ടു. തന്റെ മരണം ഉറപ്പാക്കാൻ വേണ്ടി അയാൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ അത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ലേ എന്ന് അവൾ ചോരതുപ്പിക്കൊണ്ട് പരിഹസിച്ചു ചോദിച്ചു. ആ വാക്കുകൾ കേട്ട് അയാളുടെ കാലുകൾ നിശ്ചലമായി. ഇരുണ്ട ആ മുഖത്തൊരു ക്രൂരമായ ഭാവം മിന്നിമറഞ്ഞു. വളരെ സാവധാനം അയാൾ താഴെ കിടന്ന ഭാരമേറിയ ഒരു വലിയ കല്ല് രണ്ടു കൈകളും ഉപയോഗിച്ച് ഉയർത്തെടുത്തു. ആ കല്ലിന്റെ ഭാരം അയാളുടെ പേശികളെ മുറുക്കി. മരണം മാത്രം തളംകെട്ടി നിൽക്കുന്ന ആ നിശബ്ദതയിൽ അവളുടെ അവസാന ശ്വാസം ഇല്ലാതാക്കാൻ അയാൾ ആ കല്ലുമായി മുന്നോട്ടു നടന്നു. ട്രിഫ്റ്റ്മാർക്കിലേക്ക് യാത്ര ചെയ്യുന്ന രാജകീയ കപ്പലിന്റെ മരപ്പലകകളിൽ സമുദ്രത്തിലെ വലിയ തിരമാലകൾ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. കിങ് വിസരീസ് കപ്പലിന്റെ തട്ടിൽ നിന്നു ആ തണുത്ത ഉപ്പുകാറ്റ് അയാളുടെ ദുർബലമായ ശരീരത്തെ കൂടുതൽ തളർത്തി. ഓരോ തവണ കപ്പൽ ഉലയുമ്പോഴും അയാളുടെ നെഞ്ചിൽ നിന്നും വലിയൊരു ചുമ പുറത്തുവന്നു. ശ്വാസമെടുക്കാൻ അയാൾ വല്ലാതെ പാടുപെട്ടു. രാജ്യമെന്ന വലിയ ഭാരത്തേക്കാൾ ഇപ്പോൾ അയാളെ അലട്ടുന്നത് ഈ കഠിനമായ കടൽയാത്രയാണ്. അദ്ദേഹത്തിനരികിലായി തന്റെ കനത്ത വസ്ത്രങ്ങൾ കാറ്റിൽ പാറിപ്പറക്കുമ്പോഴും വളരെ ശാന്തനായി ലോർഡ് ലയോണൽ സ്ട്രോങ് നിന്നിരുന്നു. സർ ഓട്ടോ ഹൈടവറിനു പകരം പുതിയ ഹാൻഡ് ഓഫ് ദ കിങ് ആയി ചുമതലയേറ്റെടുത്തത് അദ്ദേഹമായിരുന്നു. ആ സമയത്ത് റെഡ് കീപ്പിന്റെ വലിയ കോട്ടമുറ്റത്ത് അതിശക്തമായ കാറ്റോടുകൂടിയ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയും ഭയാനകമായ വലിയ ഇടിമുഴക്കങ്ങൾ ആ ഭീമാകാരമായ കൽച്ചുവരുകളെ അടിമുടി കുലുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതേ തണുത്ത പെരുമഴയത്ത് രാജാവിന്റെ വലങ്കൈ എന്ന പദവി നഷ്ടപ്പെട്ടതിന്റെ കടുത്ത നിരാശയോടെ തന്റെ കുതിരപ്പുറത്ത് കയറി ഓൾഡ് ടൗണിലേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു സർ ഓട്ടോ ഹൈടവർ. തന്റെ പിതാവിനെ എങ്ങനെയും പിന്തിരിപ്പിക്കണമെന്ന തീവ്രമായ ആഗ്രഹത്തോടെ രാജ്ഞി അലിസൺ ഹൈടവർ വലിയ മാനസിക വിഷമത്തോടെ ഓടിയെത്തുന്നു. നനഞ്ഞു കുതിർന്ന വസ്ത്രങ്ങളോടെ കണ്ണീരും മഴത്തുള്ളികളും കലർന്ന മുഖവുമായി അവൾ അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ചു യാചിച്ചു. റെനീറ ഇപ്പോഴും പരിശുദ്ധയാണെന്ന അവളുടെ വാക്കുകൾ താൻ പൂർണ്ണഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടെന്നും തന്റെ മകനായ ഈഗോണിനെ കിരീടാവകാശിയാക്കാൻ വേണ്ടി അച്ഛൻ നടത്തിയ അമിതമായ സമ്മർദ്ദതന്ത്രങ്ങളും വാശിയും മാത്രമാണ് രാജാവിന്റെ വിശ്വസ്തനായ ഹാൻഡ് എന്ന ഈ പരമോന്നത പദവി നഷ്ടപ്പെടാൻ കാരണമായതെന്നും അവൾ വിതുമ്പലോടെ പറഞ്ഞു. തന്റെ ഹൃദയം തകരുന്ന വേദനയോടെ അവൾ നിൽക്കുമ്പോൾ സർ ഓട്ടോ ഹൈടവർ തന്റെ കുതിരയെ വേഗത്തിൽ മുന്നോട്ട് പായിച്ചു. ഒടുവിൽ കപ്പൽ കരയ്ക്കടുത്തു. ചെളിയും കല്ലും നിറഞ്ഞ ആ വഴിയിലൂടെ അവർ ഹൈ ടൈഡിലേക്ക് നടക്കാൻ തുടങ്ങി. പ്രശസ്തമായ കടൽ യാത്രകളിലൂടെ ലോർഡ് കോർലിസ് വെലാരിയോൺ സമ്പാദിച്ച സമ്പത്തുകൊണ്ട് നിർമ്മിച്ച ആ വലിയ കോട്ടയുടെ കാഴ്ച ആരുടെയും ഹൃദയമിടിപ്പ് കൂട്ടുന്നതായിരുന്നു. കടൽക്കാറ്റ് ആ വലിയ കോട്ടയുടെ കൽമതിലുകളിൽ തട്ടി ഒരു വിലാപം പോലെ മുഴങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ കോട്ടയുടെ വലിയ മുറ്റത്ത് അവർ എത്തിയപ്പോൾ കാഹളങ്ങളുടെയോ സ്വീകരണത്തിന്റെയോ യാതൊരു ശബ്ദവും അവിടെ ഉണ്ടായിരുന്നില്ല. മറിച്ച് ഭയപ്പെടുത്തുന്ന ഒരു നിശബ്ദതയാണ് അവരെ എതിരേറ്റത്. അവിടെ തങ്ങളുടെ വാളുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ശബ്ദം മാത്രം മുഴങ്ങിക്കേട്ടു. സർ ലേനോർ വെലാരിയോൺ തന്റെ വിശ്വസ്തനായ സുഹൃത്ത് സർ ജോഫ്രി ലോൺമൌത്തിനെ നേരിട്ട് കഠിനമായ പരിശീലനം നടത്തുകയായിരുന്നു. പെട്ടെന്ന് ആ വലിയ വാതിലുകൾ തുറന്ന് ലെന വെലറിയെ അവരുടെ അടുത്തേക്ക് വന്നു. വളരെ നീണ്ട ഒരു യാത്ര കഴിഞ്ഞു വന്നതുകൊണ്ട് ലോർഡ് കോർലിസ് വെലാരിയോണിന് കടുത്ത ക്ഷീണമാണെന്നും അതുകൊണ്ട് ഇവിടേക്ക് വരാൻ കഴിഞ്ഞില്ലെന്നും അവൾ വളരെ വിനയത്തോടെ പറഞ്ഞു. സാക്ഷാൽ രാജാവിനെ ഇത്രയും നേരം കാത്തുനിൽക്കാൻ പ്രേരിപ്പിച്ചതിലുള്ള വലിയ അപമാനവും രോഷവും ലോർഡ് ലയോണൽ സ്ട്രോങ്ങിന്റെ കണ്ണുകളിൽ തിളങ്ങി. എന്നാൽ കിങ് വിസരീസ് വളരെ ശാന്തനായിരുന്നു. തന്റെ മകൾക്കായുള്ള വിവാഹാലോചന നിരസിച്ചപ്പോൾ ലോർഡ് കോർലിസ് വെലാരിയോണിന്റെ അഭിമാനത്തിന് ഏറ്റ വലിയ മുറിവ് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. നഷ്ടപ്പെട്ട ആ വലിയ ബന്ധം തിരികെ ലഭിക്കാൻ ഇത്തരം ചെറിയ അപമാനങ്ങൾ സഹിക്കേണ്ടിവരും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. വലിയ സങ്കടങ്ങൾക്കിടയിൽ അല്പം സമാധാനം തേടി
ക്വീൻ ആലിസന്റ് ഹൈടവർ കോട്ടയിലെ വലിയ ഗോഡ്സ്വുഡിലേക്ക് ഒറ്റയ്ക്ക് നടന്നു. നനഞ്ഞ ഇലകളിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം മാത്രം അവിടെ കേൾക്കാമായിരുന്നു. പെട്ടെന്ന് ആ വലിയ മരങ്ങൾക്കിടയിൽ നിന്നും ലാരി സ്ട്രോങ് മുടന്തിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. അയാളുടെ ശബ്ദം വളരെ ശാന്തവും എന്നാൽ വല്ലാത്തൊരു ഭയം ജനിപ്പിക്കുന്നതുമായിരുന്നു. അവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത ബ്രാവോസിൽ നിന്നും കൊണ്ടുവന്ന ചില പ്രത്യേക പൂക്കൾ അവിടെ വളരെ മനോഹരമായി വളരുന്നത് അയാൾ ചൂണ്ടിക്കാണിച്ചു. അത് വാസ്തവത്തിൽ ക്വീൻ ആലിസന്റ് ഹൈടവറിനെ തന്നെയുള്ള ഒരു പരോക്ഷമായ ഓർമ്മപ്പെടുത്തലായിരുന്നു. അതിനുശേഷം അയാൾ വളരെ തന്ത്രപരമായി പ്രിൻസസ് റെനേറയുടെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിച്ചു. എന്തിനാണ് ഇപ്പോൾ ഈ കാര്യം അന്വേഷിക്കുന്നത് എന്ന് അവൾ ചോദിച്ചു. പ്രിൻസ് ഡേമോൺ ടാർഗറിയനെ വീണ്ടും നാടുകടത്തിയ അന്ന് രാത്രി ഗ്രാൻഡ് മൈസ്റ്റർ മെല്ലോസ് നേരിട്ട് തയ്യാറാക്കിയ ഒരു പ്രത്യേക ഔഷധ ചായ പ്രിൻസസ് റെനേറയ്ക്ക് നൽകിയിരുന്നുവെന്ന് അയാൾ അബദ്ധത്തിലെന്ന പോലെ പറഞ്ഞു. ആ വാക്കുകൾ അവളുടെ കാതുകളിൽ ഒരു വലിയ വെള്ളിടി പോലെയാണ് പതിച്ചത്. ആ ഔഷധം ഒരു മൂൺടീയാണെന്നും ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയാണ് അത് നൽകിയതെന്നും അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അതിനർത്ഥം അവൾ തീർച്ചയായും പ്രിൻസ് ഡേമൺ ടാർഗറിയനോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ്. താൻ എത്രത്തോളം വഞ്ചിക്കപ്പെട്ടു എന്ന വലിയ സത്യം തിരിച്ചറിഞ്ഞ നിമിഷം അവളുടെ ശ്വാസം നിലച്ചുപോയി. ആ തണുത്ത കാറ്റിൽ അവളുടെ ഹൃദയം ഒരു കല്ലുപോലെ ഉറച്ചുപോകുന്നത് അവൾ അറിഞ്ഞു. അവിടുത്തെ കനത്ത അന്തരീക്ഷത്തിൽ നിന്നും മാറി തന്റെ പ്രിയപ്പെട്ടവളായ പ്രിൻസസ് റെനേറയെ കണ്ട സന്തോഷത്തിൽ ലെന അവളോടൊപ്പം അവിടുത്തെ വലിയ കൽമണ്ഡപങ്ങളിലൂടെ പുറത്തേക്ക് നടന്നു. ഹാൾ ഓഫ് നൈനിന്റെ വലിയ മരവാതിലുകൾ വലിയൊരു ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. ആ വലിയ മുറി മുഴുവൻ അജ്ഞാതമായ ലോകങ്ങളിൽ നിന്നും ലോർഡ് കോർലിസ് വെലാറിയൻ കൊണ്ടുവന്ന വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായ അമൂല്യ വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരുന്നു. മുറിയുടെ അറ്റത്തുള്ള സിംഹാസനത്തിൽ അയാളിരുന്നു. ലോകം ഭരിക്കുന്ന രാജാവ് തന്റെ മകനുവേണ്ടി ഒരു വിവാഹബന്ധം യാചിക്കാൻ തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അയാൾ ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് തന്റെ ഡ്രാഗണിന്റെ പുറത്തുനിന്നുള്ള വലിയ യാത്ര കഴിഞ്ഞുവന്ന അതേ വേഷത്തിൽ റെനിസ് അവിടേക്ക് പ്രവേശിച്ചു. രാജാവിന്റെ ഇടത് കൈയിലെ നഷ്ടപ്പെട്ട 2 വിരലുകൾ കണ്ടപ്പോൾ റെനിസിന്റെ കണ്ണുകളിൽ യഥാർത്ഥത്തിലുള്ള ഞെട്ടലും സങ്കടവും നിറഞ്ഞു. എന്നാൽ തനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് കിങ് വിസരീസ് വേദന കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. അവരുടെ വാക്കുകൾ പുറമെ വളരെ മാന്യമായിരുന്നുവെങ്കിലും ആ വലിയ മുറിയിലെ തണുത്ത വായുവിൽ അദൃശ്യമായ ഒരു യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഒരു വലിയ വിലപേശലിനു ശേഷം അവർ ഒരു തീരുമാനത്തിലെത്തിച്ചേർന്നു. സർ ലെനോർ വെലാറിയോണിന്റെയും പ്രിൻസസ് റെനേറയുടെയും ആദ്യത്തെ കുട്ടി അയറൺ ത്രോണിലിരിക്കും. എന്നാൽ വെസ്റ്ററോസി പാരമ്പര്യമനുസരിച്ച് കുട്ടികൾക്ക് പിതാവിന്റെ പേര് നൽകണമെന്ന് ലോർഡ് കോർലിസ് വെലാറിയോൺ നിർബന്ധം പിടിച്ചു. തന്റെ കാലശേഷം ഹൌസ് ടാർഗറിയന്റെ പേരില്ലാതാകാൻ താൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് കിങ് വിസരീസ് വളരെ ശക്തമായി പറഞ്ഞു. ഒടുവിൽ ജനിക്കുന്ന കുട്ടികൾക്ക് വെലറിയന് എന്ന് പേര് നൽകുമെന്നും എന്നാൽ സിംഹാസനത്തിലിരിക്കുന്ന കുട്ടി ടാർഗറിയൻ എന്ന പേരിൽ മാത്രം അറിയപ്പെടുമെന്നും അവർ സമ്മതിച്ചു. പെട്ടെന്ന് രാജാവിന്റെ ചുമ ഒരു വലിയ ശബ്ദത്തോടെ ആ മുറിയിൽ മുഴങ്ങി. അയാൾ വല്ലാതെ കിതയ്ക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിനു ശേഷം തണുത്ത കാറ്റ് വീശുന്ന ആ കടൽത്തീരത്തെ വെളുത്ത മണലിലൂടെ പ്രിൻസസ് റെനേറായും സർ ലെനോർ വെലാറിയോണും ഒരുമിച്ച് നടക്കുകയായിരുന്നു. അവരുടെ കാലടികൾ മണലിൽ ആഴ്ന്നിറങ്ങുന്ന ശബ്ദം മാത്രം അവിടെ കേട്ടു. അവൾക്കറിയാമായിരുന്നു തങ്ങളെപ്പോലെ തന്നെ അവനും ഈ വിവാഹത്തോട് യാതൊരു താൽപ്പര്യവുമില്ല എന്ന്. തങ്ങളുടെ കുടുംബങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റാൻ വേണ്ടി മാത്രം അവർ ഈ വിവാഹം കഴിക്കുമെന്നും എന്നാൽ അതിനുശേഷം അവർക്ക് ഇഷ്ടമുള്ള ആളുകളുമായി പ്രണയത്തിൽ തുടരാമെന്നും അവൾ വളരെ വ്യക്തമായി പറഞ്ഞു. ആ തണുത്ത കാറ്റിൽ തങ്ങളുടെ വലിയൊരു ഭാരമൊഴിഞ്ഞ സന്തോഷത്തിൽ അവർ സംസാരിച്ചു. ഹൈടൈഡ് കോട്ടയുടെ ഇരുണ്ടതും തണുത്തതുമായ കൽമുറികൾക്കുള്ളിൽ വലിയ പന്തങ്ങളുടെ വെളിച്ചം കാറ്റിൽ ഇളകിക്കൊണ്ടിരുന്നു. കിങ് വിസരീസിനോട് താൻ അല്പം കൂടുതൽ അഹങ്കാരത്തോടെയാണോ പെരുമാറിയത് എന്ന് വളരെ ഗൗരവത്തോടെ ലോർഡ് കോർലിസ് വെലാറിയോൺ ചോദിച്ചു. എന്നാൽ തന്റെ അധികാരവും അഭിമാനവും മാറ്റിവെച്ച് ഒരു വിവാഹബന്ധം യാചിക്കാൻ വന്ന രാജാവിന് ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നുവെന്ന് വളരെ ശാന്തമായി റെനീസ് പറഞ്ഞു. രാജാവിനെ അപമാനിച്ചത് രാജാവ് തന്നെയാണ് എന്നവർ കൂട്ടിച്ചേർത്തു. അവൾ അല്പം ആശങ്കയോടെയാണ് സംസാരിച്ചത്. എന്നാൽ ലോർഡ് കോർലിസ് വെലാറിയോന്റെ ചിന്തകൾ മുഴുവൻ മറ്റൊന്നിലായിരുന്നു. കടൽത്തീരത്തേക്ക് പോയ പ്രിൻസസ് റെനേറായും തന്റെ മകനും തമ്മിൽ നല്ലൊരു ബന്ധം രൂപപ്പെടുന്നുണ്ടോ എന്ന് അയാൾ വളരെ ആകാംക്ഷയോടെ ചോദിച്ചു. അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് റെനീസ് പറഞ്ഞപ്പോൾ തന്റെ മകൻ ഉടനെ തന്നെ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങും എന്ന് അയാൾ വലിയ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ആ നിമിഷം മുറിയിലെ വായുവിന് ഭാരം കൂടിയതുപോലെ തോന്നി. തങ്ങളുടെ മകനായ ലെനറിന്റെ യഥാർത്ഥ പ്രകൃതം ഇരുവർക്കും നന്നായി അറിയാമെന്ന് റെനീസ് വളരെ സത്യസന്ധമായി പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ അയാളുടെ മുഖത്ത് ഒരു നിമിഷം ചമ്മൽ പ്രകടമായി. അവൻ വളരെ ചെറുപ്പമാണെന്നും കാലക്രമേണ അവൻ ആ ശീലങ്ങൾ മാറ്റുമെന്നും അയാൾ പറഞ്ഞു. എന്നാൽ ആ വലിയ കോട്ടയുടെ പുറത്ത് കടൽക്കാറ്റാഞ്ഞടിക്കുന്ന മണൽക്കുന്നുകൾക്കിടയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമായിരുന്നു. അവിടെ ലെനോർ തികഞ്ഞ ഏകാന്തതയിൽ തന്റെ കാമുകനായ ജോഫ്രി ലോൺമൌത്തിനോട് ഒപ്പമിരിക്കുകയായിരുന്നു. തങ്ങളുടെ ഈ പ്രണയബന്ധം തുടരാൻ സമ്മതിക്കുക മാത്രമല്ല, അതിൽ യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാത്ത ഒരു വധുവിനെ ലഭിച്ചത് വലിയൊരു ഭാഗ്യമാണെന്ന് ചിരിച്ചുകൊണ്ട് ജോഫ്രി ലോൺമൌത്ത് പറഞ്ഞു. ആ വലിയ വാക്കുകൾ കേട്ട് അല്പം നാണത്തോടെ ലെനോർ അവനെ പതുക്കെ തള്ളിമാറ്റി. എന്നാൽ ആ തമാശ പെട്ടെന്ന് വലിയൊരു പ്രണയത്തിലേക്ക് വഴിമാറി. തിരമാലകളുടെ വലിയ ശബ്ദങ്ങൾക്കിടയിൽ അവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയും വളരെ വികാരഭരിതരായി ചുംബിക്കുകയും ചെയ്തു. ആ നിമിഷം അവരുടെ എല്ലാ ഭയങ്ങളും അവിടെ കാറ്റിൽ പറന്നുപോയി. കറുത്ത കടലിലെ ഭീമാകാരമായ തിരമാലകളെ വകഞ്ഞുമാറ്റിക്കൊണ്ട്
കിങ് വിസിരീസിന്റെ വലിയ കപ്പൽ ബ്ലാക്ക് വാട്ടർ ബേയിലേക്ക് യാത്ര തിരിച്ചു. കപ്പലിന്റെ വലിയ മരപ്പലകകൾ കാറ്റിൽ ഉലയുമ്പോൾ ഉണ്ടാകുന്ന ഭയാനകമായ ശബ്ദം കൂടുതൽ ഭയാനകമാക്കി. പെട്ടെന്ന് സർ ക്രിസ്റ്റൻ കോൾ മുന്നോട്ടു വരികയും അവന്റെ നെഞ്ചിടിപ്പ് വളരെ വേഗത്തിലായിരുന്നു. ശ്വാസം വലിയ ശബ്ദത്തോടെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അവൾക്ക് ഈ വിവാഹത്തോട് യാതൊരു താൽപ്പര്യവുമില്ലെന്നും സ്നേഹമില്ലാത്ത ഒരു ദാമ്പത്യത്തിൽ കുടുങ്ങിക്കിടക്കുന്നതിലുള്ള ഭയം അവൾ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അയാൾ അവളെ ഓർമ്മിപ്പിച്ചു. തന്നോടൊപ്പം വെസ്റ്ററോസിൽ നിന്നും വളരെ ദൂരേക്ക് ഒളിച്ചോടി വരണമെന്നും അവിടെ വെച്ച് തനിക്ക് അവളെ വിവാഹം കഴിക്കാമെന്നും അയാൾ വളരെ ദയനീയമായി അപേക്ഷിച്ചു ചോദിച്ചു. ആ തണുത്ത കടൽക്കാറ്റിൽ അവളുടെ കണ്ണുകളിൽ ഒരു വേദന നിഴലിച്ചു. തന്റെ കുടുംബത്തോടും രാജ്യത്തോടുമുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ട് തനിക്കൊരിക്കലും വരാൻ കഴിയില്ല എന്ന് അവൾ വളരെ സൗമ്യമായി പറഞ്ഞു. കൂടാതെ ലെനോറിനോട് താനൊരു പുതിയ ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നും അവൾ കൂട്ടിച്ചേർത്തു. ആ വാക്കുകൾ കേട്ട നിമിഷം സർ ക്രിസ്റ്റൻ കോളിന്റെ മുഖത്തെ ഭാവം മാറി. കണ്ണുകളിൽ വലിയ ദേഷ്യം ഇരച്ചുകയറി. തനിക്ക് അവളുടെ കൂടെ ഒരു രഹസ്യ കാമുകനായി നിൽക്കാൻ കഴിയില്ലെന്നും ഒരു കിങ്സ്ഗാർഡ് എന്ന നിലയിലുള്ള തന്റെ അഭിമാനമാണ് തനിക്കുള്ള ഏറ്റവും വലിയ സമ്പത്തെന്നും അയാൾ വലിയ ദേഷ്യത്തോടെ പറഞ്ഞു. താനെടുത്ത വലിയ പ്രതിജ്ഞ ലംഘിച്ചതിലൂടെ ആ അഭിമാനം പൂർണ്ണമായും നഷ്ടപ്പെട്ടുവെന്നും അവളെ നിയമപരമായി വിവാഹം കഴിക്കുന്നതിലൂടെ അത് തിരികെ ലഭിക്കുമെന്നാണ് താൻ കരുതിയതെന്നും അയാൾ പറഞ്ഞു. അവൾ വീണ്ടും വീണ്ടും അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നുവെങ്കിലും അവളുടെ വാക്കുകൾ സർ ക്രിസ്റ്റൻ കോളിന്റെ ഹൃദയത്തെ പൂർണ്ണമായി തകർത്തുകളഞ്ഞു. ആ നിമിഷത്തിൽ കടുത്ത നിരാശയും ഒപ്പം കോപവും താങ്ങാൻ കഴിയാതെ അവളുടെ ഒരു വാക്കുപോലും കേൾക്കാൻ നിൽക്കാതെ അവൻ അവിടെ നിന്നും ആ വലിയ ഇരുട്ടിലേക്ക് വേഗത്തിൽ ഓടിമറഞ്ഞു. ക്വീൻ ആലിസന്റ് ഹൈടവറിന്റെ സ്വകാര്യ അറയിലെ കനത്ത നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മെഴുകുതിരി നാളങ്ങൾ കാറ്റിൽ വല്ലാതെ ഇളകിക്കൊണ്ടിരുന്നു. തന്റെ എല്ലാ പരിചാരകരെയും പുറത്താക്കിയ ശേഷം അവൾ വളരെ ഭയത്തോടെ സർ ക്രിസ്റ്റൻ കോളിനെ അവിടേക്ക് വിളിപ്പിച്ചു. അവളുടെ ഹൃദയമിടിപ്പ് ആ വലിയ മുറിയിൽ പ്രതിധ്വനിക്കുന്നതുപോലെ അവൾക്ക് തോന്നി. പ്രിൻസസ് റെനേറയുടെ നഷ്ടപ്പെട്ട കന്യകാത്വത്തെക്കുറിച്ചുള്ള കിംവദന്തികളെക്കുറിച്ച് അവൾ വളരെ സൂക്ഷ്മതയോടെ ചോദിച്ചു. പ്രിൻസ് ഡേമൺ ടാർഗറിയൻ ആയിരിക്കും ഇതിന് പിന്നിലെന്ന് അവൾ കരുതിയിരിക്കുമ്പോഴാണ് കുറ്റബോധം കൊണ്ട് നീറുന്ന മനസ്സോടെ സർ ക്രിസ്റ്റൻ കോൾ ആ വലിയ സത്യം തുറന്നു പറഞ്ഞത്. ആ കിംവദന്തികളെല്ലാം സത്യമാണെന്നും അവളുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടത് താനാണെന്നും വലിയ വേദനയോടെ അയാൾ പറഞ്ഞു. ഒരു നിമിഷം ആ മുറിയിലെ വായു പൂർണ്ണമായും മരവിച്ചുപോയതുപോലെ അവൾക്ക് തോന്നി. തന്റെ കിങ്സ്ഗാർഡ് പ്രതിജ്ഞ ലംഘിച്ചതിനുള്ള ശിക്ഷയായി തന്നെ വളരെ വേഗം കൊലപ്പെടുത്താൻ അയാൾ ദയനീയമായി അപേക്ഷിച്ചു ചോദിച്ചു. തന്റെ അമ്മയായ ക്വീനെമായുടെ ഓർമ്മകൾക്കുമേൽ സത്യം ചെയ്തുകൊണ്ട് പ്രിൻസസ് റെനേറ പറഞ്ഞ വലിയ നുണയുടെ ആഴം ക്വീൻ ആലിസന്റ് ഹൈടവർ ആ നിമിഷം തിരിച്ചറിഞ്ഞു. അവൾ പ്രിൻസ് ഡേമൺ ടാർഗറിയനോട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന വാക്ക് ഒരുപക്ഷെ സത്യമായിരിക്കാം. എന്നാൽ അവൾ ഒരു കന്യകയല്ലായിരുന്നു എന്ന വലിയ യാഥാർത്ഥ്യം അവളുടെ ഹൃദയത്തെ ഒരു കല്ലുപോലെ ഉറപ്പിച്ചു. തന്റെ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം പൂർണ്ണമായും ശരിയാണെന്ന് അവൾ മനസ്സിലാക്കി. വളരെ ശാന്തമായി ജോലിയിലേക്ക് മടങ്ങിപ്പോകാൻ അവൾ സർ ക്രിസ്റ്റൻ കോളിനോട് പറഞ്ഞു. അതേസമയം തന്റെ വലിയ യാത്ര കഴിഞ്ഞ് കോട്ടയിൽ തിരിച്ചെത്തിയ കിങ് വിസിരീസ് തന്റെ കുതിരപ്പുറത്തുനിന്നും താഴേക്കിറങ്ങിയ നിമിഷം വലിയൊരു ശബ്ദത്തോടെ ബോധരഹിതനായി നിലത്തേക്ക് വീണു. അയാളുടെ ശരീരത്തിലെ ആഴത്തിലുള്ള മുറിവുകളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. ആ വലിയ അണുബാധ അയാളുടെ കൈകളിൽ വേഗത്തിൽ പടരുകയായിരുന്നു. പഴയ രീതിയിലുള്ള ചികിത്സകൾ മതിയാകില്ലെന്ന് മൈസ്റ്റർ ഓർവൈൽ പറഞ്ഞപ്പോൾ ഗ്രാൻഡ് മേസ്റ്റർ മെലോസ് അത് വലിയ ദേഷ്യത്തോടെ എതിർത്തു പറഞ്ഞു. എന്നാൽ ആ മുറിയിലെ തണുത്ത നിശബ്ദതയിൽ ഭാരമേറിയ ഒരു നെടുവീർപ്പോടെ കിങ് വിസരീസ് തന്റെ ജീവിതാന്ത്യത്തെക്കുറിച്ച് ലോർഡ് ലയണൽ സ്ട്രോങ്ങിനോട് സംസാരിച്ചു. വലിയ യുദ്ധങ്ങളോ നേട്ടങ്ങളോ ഇല്ലാത്ത തന്റെ ഭരണം ആരും ഓർക്കില്ലെന്നും ഒരു വലിയ പ്രതിസന്ധിയുണ്ടായിരുന്നെങ്കിൽ താൻ കൂടുതൽ ശക്തനായേനെയെന്നും അയാൾ വളരെ സങ്കടത്തോടെ പറഞ്ഞു. റെഡ് കീപ്പിലെ വലിയ സിംഹാസനമുറിയിൽ രാജകീയ വിവാഹത്തിന്റെ വലിയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വലിയ പന്തങ്ങളുടെ വെളിച്ചം അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും മുഖങ്ങളിൽ മിന്നിമറഞ്ഞു. കോട്ടയുടെ പുറത്ത് ലോർഡ് കോർലിസ് വെലാരിയോണിന്റെ വലിയ കപ്പൽപ്പടകൾ എത്തിയതിന്റെയും സർ ലെനോർ വെലാരിയോണിന്റെയും റെനീസിന്റെയും ഭീമാകാരന്മാരായ ഡ്രാഗൺകൾ ഇറങ്ങിയതിന്റെയും വലിയ ശബ്ദങ്ങൾ അലയടിക്കുന്നുണ്ടായിരുന്നു. സദസ്സിലേക്ക് വരുന്ന ഓരോ പ്രഭുക്കന്മാരുടെയും പേരുകൾ സർ ഹാരോൾഡ് വെസ്റ്റർലിംഗ് വലിയ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നാടുകടത്തപ്പെട്ട പ്രിൻസ് ഡീമൺ ടാർഗറിയൻ ആ വലിയ വാതിലുകൾ കടന്ന് അവിടേക്ക് പ്രവേശിച്ചു. അയാളുടെ കാലടികൾ ആ കൽത്തറയിൽ ഒരു ഭീഷണിയായി മുഴങ്ങി.
എന്നാൽ ആ വലിയ നിശബ്ദതയെ വീണ്ടും ഇല്ലാതാക്കിക്കൊണ്ട് കിങ് വിസരീസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സദസ്സിനെയാകെ സ്തംഭിപ്പിച്ചുകൊണ്ട് ക്വീൻ ആലിസൺ ഹൈടവർ വലിയൊരു പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അവിടേക്ക് കടന്നുവന്നു. പച്ചനിറമെന്നത് ഹൗസ് ഹൈടവറിന്റെ യുദ്ധത്തിന്റെ നിറമാണെന്ന് അവിടുത്തെ ഇരുട്ടിൽ നിന്നുകൊണ്ട് ലോർഡ് ലാരി സ്ട്രോങ് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ സർ ഹാർവിൻ സ്ട്രോങ്ങിനോട് പറഞ്ഞു. ആ വലിയ മുറിയിലൂടെ നടന്നുപോയ അവൾ പ്രിൻസസ് റെനേറയെ വളരെ തണുത്ത ഒരു നോട്ടത്തോടെ നോക്കിക്കൊണ്ട് ആശംസകൾ അറിയിച്ചു. അവർ തമ്മിലുള്ള സൗഹൃദം അവിടെ വെച്ച് എന്നേക്കുമായി അവസാനിച്ചുവെന്ന് അവളുടെ ആ നോട്ടം വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം വലിയ സംഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും നൃത്തം ചെയ്യാൻ തുടങ്ങി. തന്റെ ബന്ധുവായ ലേഡി റിയ റോയ്സിനെ കൊലപ്പെടുത്തിയത് പ്രിൻസ് ഡേമൺ ടാർഗറിയനാണെന്ന് സർ ജെറോൾഡ് റോയ്സ് വലിയ ദേഷ്യത്തോടെ ആരോപിച്ചു പറഞ്ഞു. എന്നാൽ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അയാൾ ആ ആരോപണങ്ങളെ തള്ളിക്കളയുകയും പകരം റൂൺസ്റ്റോണിന്റെ അവകാശത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. ആ വലിയ തിരക്കിനിടയിൽ സർ ക്രിസ്റ്റൻ കോളിനെ രഹസ്യമായി നിരീക്ഷിച്ച ജോഫ്രി ലോൺമൌത്ത് അവനാണ് പ്രിൻസസ് റെനേറയുടെ രഹസ്യ കാമുകൻ എന്ന് കണ്ടെത്തുകയും ആ വിവരം അടക്കം പറയുകയും ചെയ്തു. എന്നാൽ കുറച്ചകലെ ആരും കേൾക്കാതിരിക്കാൻ വേണ്ടി ഹൈ വലീരിയൻ ഭാഷയിൽ പ്രിൻസ് ഡയമൺ ടാർഗറിയൻ പ്രിൻസസ് റെനേറയോട് സംസാരിക്കുകയായിരുന്നു. ഈ വലിയ നാടകത്തിൽ നിന്നും തന്നോടൊപ്പം ഓടിപ്പോകാൻ അയാൾ അവളെ പ്രേരിപ്പിച്ചു. അവരുടെ ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടാൻ പോകുന്ന ആ വലിയ നിമിഷത്തിന്റെ പിരിമുറുക്കം അവിടെ കൂടിയിരുന്ന എല്ലാവരിലേക്കും പടർന്നു. പെട്ടെന്ന് ആ വലിയ ആഘോഷങ്ങൾക്കിടയിൽ നിന്നും ഭയപ്പെടുത്തുന്ന ഒരു നിലവിളി ഉയർന്നുകേട്ടു. ആ ജനക്കൂട്ടത്തിനിടയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. അവിടെ സർ ക്രിസ്റ്റൻ കോൾ തന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ജോഫ്രി ലോൺമൌത്തിനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അയാളുടെ ഓരോ ഇടികളും ആ വലിയ മുറിയിൽ ഒരു മരണമണി പോലെ മുഴങ്ങി. സർ ലേനോർ വെലാരിയോൺ അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും ശക്തമായ ഒരു ഇടിയിലൂടെ അയാൾ ദൂരേക്ക് തെറിച്ചു വീണു. ആ വലിയ സിംഹാസനമുറിയിൽ നടന്നിരുന്ന രാജകീയ ആഘോഷങ്ങൾ നിമിഷനേരം കൊണ്ട് വലിയൊരു ദുരന്തമായി മാറി. ഭയവും പരിഭ്രാന്തിയും നിറഞ്ഞ ആ വലിയ ജനക്കൂട്ടം ജീവൻ രക്ഷിക്കാനായി പരക്കം പായുന്നതിനിടയിൽ നിലവിളികളും പാത്രങ്ങൾ പൊട്ടുന്ന ശബ്ദങ്ങളും ആ ഹാളിലാകെ മുഴങ്ങിക്കേട്ടു. ഇതിനിടയിൽ സർ ഹാർവിൻ സ്ട്രോങ് തന്റെ വലിയ കൈകൾ കൊണ്ട് തടസ്സം നിന്ന എല്ലാവരെയും ശക്തിയായി തള്ളിമാറ്റിക്കൊണ്ട് പ്രിൻസസ് റെനേറയുടെ അടുത്തേക്ക് കുതിച്ചെത്തി. അപകടത്തിൽപ്പെട്ട അവളുടെ കണ്ണുകളിലെ ഭയം കണ്ട അയാൾ മറ്റൊന്നും ചിന്തിക്കാതെ അവളെ തന്റെ കരുത്തുറ്റ തോളിൽ എടുത്തുവെച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിനിടയിലൂടെ വളരെ വേഗത്തിൽ സുരക്ഷിതമായ ഒരിടത്തേക്ക് ഓടിമറഞ്ഞു. ഹാളിലെ മറ്റൊരു വശത്ത് താഴെ ചോരയിൽ കുളിച്ചുകിടക്കുന്ന ജോഫ്രി ലോൺമൌത്തിന്റെ നെഞ്ചിൽ കയറിയിരുന്ന സർ ക്രിസ്റ്റൻ കോൾ ഒരു ഭ്രാന്തനെപ്പോലെ വീണ്ടും വീണ്ടും ഇടിച്ചുകൊണ്ടിരുന്നു. ചുറ്റും നടക്കുന്നതൊന്നും അയാൾ അറിയുന്നുണ്ടായിരുന്നില്ല. ഭയം കൊണ്ട് മരവിച്ചുപോയ കാഴ്ചക്കാർക്ക് ആർക്കും തന്നെ മുന്നോട്ട് വന്ന് അവനെ തടയാൻ കഴിഞ്ഞില്ല. ഒടുവിൽ തന്റെ കൈകൾ വേദനിക്കുന്നതുവരെ ഇടിച്ചതിനുശേഷം കിതച്ചുകൊണ്ട് അയാൾ എഴുന്നേറ്റു നിൽക്കുമ്പോൾ ജോഫ്രി ലോൺമൌത്തിന്റെ മുഖം പൂർണ്ണമായും തകർന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാംസവും രക്തവും തറയിൽ പരന്നിരുന്നു. തന്റെ പ്രിയപ്പെട്ട കാമുകന്റെ ചിതറിയ ശരീരവും തറയിൽ പരന്ന രക്തവും കണ്ട് സർ ലേനോർ വെലാരിയോൺ വലിയ ശബ്ദത്തിൽ നെഞ്ചത്തടിച്ച് പൊട്ടിക്കരഞ്ഞു. സന്തോഷകരമാകേണ്ടിയിരുന്ന ആ രാത്രിയിലുണ്ടായ ഈ ദാരുണമായ കാഴ്ചകൾ കണ്ട് തളർന്നുപോയ കിങ് വിസരീസിന്റെ ശ്വാസം മുട്ടുകയും അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്നും ചൂടുള്ള രക്തം ഒലിച്ചിറങ്ങാൻ തുടങ്ങുകയും ചെയ്തു. ആ വലിയ ബഹളങ്ങൾക്കിടയിൽ നിന്നും ആരുമറിയാതെ ഇരുട്ട് നിറഞ്ഞ കോട്ടയിലെ ഗോഡ്സ്വുഡിലേക്ക് സർ ക്രിസ്റ്റൻ കോൾ വേച്ചുവേച്ചു നടന്നു. കുറ്റബോധം കൊണ്ട് നീറുന്ന മനസ്സോടെ രക്തം പുരണ്ട തന്റെ വസ്ത്രങ്ങൾ അയാൾ അഴിച്ചുമാറ്റി. തന്റെ മാനം നഷ്ടപ്പെട്ടെന്ന ചിന്തയിൽ സ്വയം ജീവനൊടുക്കാനായി അയാൾ തന്റെ കത്തിയെടുത്ത് സ്വന്തം നെഞ്ചിലേക്ക് കുത്തിറക്കാൻ തുനിഞ്ഞു. എന്നാൽ ആ വലിയ ഇരുട്ടിൽ നിന്നും പെട്ടെന്ന് കടന്നുവന്ന ക്വീൻ ആലിസൺ ഹൈടവർ അവസാന നിമിഷം അവനെ തടഞ്ഞു നിർത്തി. മണിക്കൂറുകൾക്ക് ശേഷം ആ വലിയ കോട്ടയിലെ ആഘോഷങ്ങളെല്ലാം പൂർണ്ണമായും നിർത്തിവെച്ചു. ഹാളിലെ രക്തത്തുള്ളികൾക്കിടയിൽ ബാക്കിയായ ചുരുക്കം ചിലരുടെ മാത്രം മുന്നിൽ വെച്ച് അത്യന്തം ദുഃഖകരമായ ഒരു ചടങ്ങായി പ്രിൻസസ് റെനേറായും സർ ലേനോർ വെലാരിയോണും വിവാഹിതരായി. തകർന്ന മനസ്സോടെ പരസ്പരം മുഖത്തുപോലും നോക്കാതെ അവർ കരയുമ്പോൾ വലിയൊരു അലർച്ചയോടെ കിങ് വിസരീസ് ബോധം കെട്ട് താഴേക്ക് വീണു. എല്ലാം അവസാനിച്ച ആ വലിയ സിംഹാസനമുറിയുടെ ഒരു മൂലയിൽ മനുഷ്യരുടെ പകയും അധികാരമോഹവും ബാക്കിവെച്ച തറയിൽ വീണ ചൂടുള്ള രക്തം എലികൾ അപ്പോഴും ശാന്തമായി കുടിക്കുന്നുണ്ടായിരുന്നു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഹൗസ് ഓഫ് ദ ഡ്രാഗണിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.